കവിയൂർ പൊന്നമ്മയ്ക്ക് ഇന്ന് കേരളം വിട നൽകും. വൈകിട്ട് 4 മണിക്ക് ആലുവയിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. മൃതദേഹം ഇപ്പോൾ കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. 12 മണി വരെയാണ് പൊതുദർശനം. നേരത്തെ ലിസി ആശുപത്രിയിൽ VIP ലോഞ്ചിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരുന്നു. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കും. നവമി, മലയാളത്തിലെ പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? രഞ്ജിത്ത്, രാവിലെ 9 മണി മുതൽ തന്നെ കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ പൊതുദർശനം ആരംഭിച്ചിട്ടുണ്ട്. ബന്ധുക്കളെല്ലാം ഇന്നലെയോടുകൂടി തന്നെ ആശുപത്രിയിൽ മരണസമയത്തടക്കം ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. ഒപ്പം സിനിമയിലെ പ്രമുഖരെല്ലാവരും തന്നെ അവസാനമായി അവരുടെ അമ്മയെ കാണാൻ വേണ്ടി എത്തിയിരുന്നു. സുരേഷ് ഗോപി, ദിലീപ്, ഉണ്ണികൃഷ്ണൻ അടക്കമുള്ളവർ ഇന്നലെ തന്നെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ബി ഉണ്ണികൃഷ്ണനും ഒപ്പം ടിനി ടോം, ഭാഗ്യലക്ഷ്മി, വിനു മോഹൻ ഉൾപ്പെടെയുള്ള എല്ലാ തലമുറകളിലെയും ആളുകൾ കവിയൂർ പൊന്നമ്മയോടൊപ്പം അഭിനയിച്ച എല്ലാവരും തന്നെ, അവരെ സ്നേഹിക്കുന്ന എല്ലാവരും തന്നെ ഇവിടേക്ക് ടൗൺ ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസാനമായി ഒരു നോക്ക് കാണാൻ, അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട ജനങ്ങളും നാട്ടുകാരും ഒപ്പം സഹപ്രവർത്തകരും ഒക്കെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നടൻ മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെ ഇവിടേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മലയാള സിനിമയിൽ അമ്മ കഥാപാത്രങ്ങളിലൂടെ ഒട്ടേറെ കഥാപാത്രങ്ങൾ ചെയ്ത് മലയാളികളുടെ മനസ്സിൽ ഇന്നും ഒരു നല്ല ഒരു ഓർമ്മയായി തന്നെയാണ് കവിയൂർ പൊന്നമ്മ ഇപ്പോഴും ഉള്ളത്. കവിയൂർ പൊന്നമ്മ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവരുടെ ഒരു വലിയൊരു പൊട്ടായിരിക്കും ആദ്യം ഓർമ്മ വരിക. വലിയൊരു ചുമന്ന പൊട്ട് തൊട്ട് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു അമ്മ, ആ അമ്മ തന്നെയാണ് മലയാളികൾക്ക് എന്നും എപ്പോഴും പ്രിയങ്കരിയായിരുന്ന ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു. നിരവധി സിനിമകൾ, ഒരു പാട്ടുകാരിയാവാൻ ആഗ്രഹിച്ചു, പക്ഷേ സിനിമയിൽ എത്തിപ്പെട്ടു. പിന്നീട് പല തന്നേക്കാൾ പ്രായം കുറഞ്ഞവരുടെ അമ്മയായി പോലും അഭിനയിച്ചു. പക്ഷേ പിന്നീട് നെഗറ്റീവ് കഥാപാത്രങ്ങൾ ചെയ്തുവെങ്കിലും ആരാധകരുടെ കത്ത്, ഞങ്ങൾക്ക് അമ്മയെ കാണാൻ അല്ലെങ്കിൽ ഇങ്ങനെ നെഗറ്റീവ് കഥാപാത്രങ്ങൾ ചെയ്യരുതെന്നൊക്കെ ഒരുപാട് കത്തുകളിലൂടെ ആരാധകർ അഭിപ്രായപ്പെട്ടു. അതിനെ തുടർന്ന് ഇനി ഞാൻ അമ്മ കഥാപാത്രമായി തന്നെ സിനിമയിൽ ഉണ്ടാകുമെന്ന ഒരു നിലപാടെടുക്കുകയും അങ്ങനെ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും അടക്കം അമ്മമാരായി അഭിനയിച്ചു. സത്യന്റെയും നസീറിന്റെയും അമ്മയായിട്ടും നായികയായിട്ടും ഒക്കെ മലയാള സിനിമയിൽ തിളങ്ങിയ ഒരു വ്യക്തിത്വം ഇന്ന് മറഞ്ഞു പോകുമ്പോൾ, പക്ഷെ അവരെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ ഇപ്പോഴും മലയാളികളുടെ അല്ലെങ്കിൽ സിനിമാ പ്രേമികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. എന്തായാലും ടൗൺ ഹാളിലെ പൊതുദർശനം തുടരുകയാണ്. 11 മണിവരെയാണ് ഇവിടെ പൊതുദർശനം സജ്ജീകരിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഈ ആളുകളുടെ തിരക്ക് വർദ്ധിക്കുകയാണെങ്കിൽ അല്പസമയം കൂടി നീട്ടുവാനും സാധ്യതയുണ്ട്. 4 മണിയോടുകൂടി വീട്ടിലെ ആലുവയിലെ ശ്രീപദം വീട്ടിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. സിനിമാ മേഖലയിലുള്ള സിനിമാ സാംസ്കാരിക മേഖലയിലുള്ളവരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റ് അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ അവസാനമായി കവിയൂർ പൊന്നമ്മയെ കാണാൻ, അവരുടെ സിനിമയിലെ തങ്ങളുടെ അമ്മയെ കാണാനായി ഇവിടെ സഹപ്രവർത്തകരെല്ലാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വിഷമം തന്നെയാണ് അവർക്ക്. ഒരു തലമുറ, നമുക്കറിയാം, ഈ അടുത്ത കാലത്തായി മലയാള സിനിമയിൽ നിന്നും നഷ്ടമായ നമ്മുടെ മുഖങ്ങൾ, അത് KPC ലളിത, സുകുമാരി, KPC ലളിത, നെടുമുടി വേണു അടക്കമുള്ള ഒരു തലമുറ നമ്മളെ വിട്ടു പിരിയുമ്പോൾ അവർക്ക് പകരം വെക്കാൻ ഇപ്പോഴും ആരുമില്ല. ഈ കവിയൂർ പൊന്നമ്മയ്ക്ക് പകരം ഇനി അമ്മവേഷം ചെയ്യാൻ ആരെന്ന് ചോദിച്ചാൽ അത് ആരും തന്നെ ഉണ്ടാകില്ല. കാരണം അവർക്ക് പകരം അവർ മാത്രമാണ്. ഇന്നലെ സംവിധായകൻ സത്യനന്ദിക്കാട് പറഞ്ഞ ഒരു വാചകം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, കവിയൂർ പൊന്നമ്മ സന്ദേശത്തിലെ ആ 2 മക്കൾക്കിടയിൽ നിന്ന് വീർപ്പുമുട്ടുന്ന ആ അമ്മയുടെ കഥാപാത്രത്തെ ഞാൻ എഴുതുമ്പോൾ അത് കവിയൂർ പൊന്നമ്മ അല്ലാണ്ട് മറ്റാരുടെയും മുഖം എന്റെ മനസ്സിൽ വന്നില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ട് ആ ഒരു കഥാപാത്രമേ സിനിമയിലേക്ക് വേണ്ട എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട് എന്നെ പോലുള്ള പല സംവിധായകരും അല്ലെങ്കിൽ കഥാകൃത്തുക്കൾ എന്നൊക്കെ പറയുന്നു. അത്രമാത്രം തന്മയത്തോടുകൂടി ഒരു അമ്മ കഥാപാത്രത്തെ ചെയ്യാൻ കവിയൂർ പൊന്നമ്മയ്ക്കല്ലാതെ മറ്റാർക്ക് കഴിയുമെന്നൊരു ചോദ്യമാണ് ഇവിടെ എല്ലാ സിനിമാ താരങ്ങളും അല്ലെങ്കിൽ ഈ സിനിമ രംഗത്തുള്ളവർ ചോദിക്കുന്നത്. അങ്ങനെ കവിയൂർ പൊന്നമ്മ എന്ന് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകളാണ് നമുക്ക് അവരുടെ സിനിമകളിൽ നിന്നും. സന്ദേശമായിക്കോട്ടെ, കിരീടമായിക്കോട്ടെ, ഹിസൈനസ് അബ്ദുള്ള ആയിക്കോട്ടെ, അങ്ങനെ ഒരു പിടി നല്ല കഥാപാത്രങ്ങൾ, ബാബ കല്യാണി. ഇപ്പോൾ കവിയൂർ പൊന്നമ്മ എന്ന് പറയുമ്പോൾ പലപ്പോൾ മോഹൻലാലിന്റെ തന്നെ ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം ഒരു കുറിപ്പിട്ടിരുന്നത് പലർക്കും
തന്റെ അമ്മയാണോ, ശരിക്കും തന്റെ അമ്മയാണോ കവിയൂർ പൊന്നമ്മ എന്ന് തന്നെ പലപ്പോഴും ആളുകൾ സംശയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കാരണം അത്രമാത്രം താനും കവിയൂർ പൊന്നമ്മ അമ്മയുമായിട്ടുള്ള ബന്ധം അത്രമാത്രം ആഴത്തിലും ദൃഢവുമായിരുന്നു എന്ന് മോഹൻലാൽ പല ഇന്റർവ്യൂകളിലും ഇന്നലത്തെ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുമൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ മലയാള സിനിമയിൽ ഉള്ള താരങ്ങൾക്ക് അത് ഇല്ലാതെ തന്നെ ഒരുപാട് ആളുകളുടെ അമ്മ തന്നെയായിരുന്നു കവിയൂർ പൊന്നമ്മ. 1962 ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിലൂടെയാണ് മലയാളത്തിൽ സാന്നിധ്യം അറിയിക്കുന്നത്. പിന്നീട് രാമായണ അടിസ്ഥാനമാക്കി ഒരുക്കിയ ചിത്രത്തിൽ രാവണന്റെ ഭാര്യയായ മണ്ഡോദരിയാണ് കവിയൂർ പൊന്നമ്മ വേഷമിട്ടത്. 20-ാം വയസ്സിൽ കുടുംബിനി എന്ന ചിത്രത്തിൽ സത്യൻ, മധു തുടങ്ങിയവരുടെ അമ്മയായി കവിയൂർ പൊന്നമ്മ വെള്ളിത്തിരയിൽ വരവറിയിച്ചു. പിന്നീട് തനിക്ക് ഈ അമ്മ വേഷം മാത്രമായിരിക്കും ചേരുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു അമ്മയുടെ വേഷം തന്നെ ഞാൻ ചെയ്യാമെന്നുള്ളൊരു തീരുമാനമെടുക്കുകയും പിന്നീട് മലയാള സിനിമയിൽ ഏതൊരു കഥാപാത്രത്തിന്റെയും അല്ലെങ്കിൽ ഏതൊരു നായകന്റെയോ നായികയുടെ അമ്മ എന്ന് പറഞ്ഞാൽ അത് കവിയൂർ പൊന്നമ്മയായി മാറുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ മലയാള സിനിമയ്ക്ക് എന്തായാലും ഒരു തീരാ നഷ്ടം തന്നെയാണ് കവിയൂർ പൊന്നമ്മ വിടവാങ്ങുമ്പോൾ. ക്യാൻസർ രോഗത്തെ തുടർന്ന് അതിന്റെ 4ാമത്തെ സ്റ്റേജിലായിരുന്നു അവർക്ക് ക്യാൻസർ രോഗമുണ്ടെന്ന് തിരിച്ചറിഞ്ഞത്. പിന്നീട് ലിസി ആശുപത്രിയിൽ ചികിത്സ തേടി. പക്ഷേ അപ്പോഴേക്കും ഓർമ്മ പാതി നഷ്ടപ്പെട്ടിരുന്നു. തന്റെ സഹപ്രവർത്തകരെയൊക്കെ പാതി മറന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കവിയൂർ പൊന്നമ്മ എത്തിയിരുന്നു. പിന്നീട് ലിസി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അവിടെ ചികിത്സയിലായിരുന്നു. തുടർന്ന് ഇന്നലെ വൈകുന്നേരം 5:22 കവിയൂർ പൊന്നമ്മയുടെ വിയോഗം ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നത്. അപ്പോൾ തന്നെ സിനിമാ മേഖലയിലുള്ളവർ അവിടെ ഓടിയെത്തുകയും ചെയ്തു. ഇപ്പോൾ ഇവിടെ ടൗൺ ഹാളിൽ പൊതുദർശനം നടക്കുകയാണ്. ബി ഉണ്ണികൃഷ്ണൻ, സുരേഷ് കൃഷ്ണ, ടിനി ടോം, വിനു മോഹൻ ഉൾപ്പെടെയുള്ള ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെയുള്ള സിനിമാ മേഖലയിൽ എല്ലാ മേഖലയിലുള്ള ആളുകളും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നടൻ മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏകദേശം 11 മണി വരെ ഇവിടെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷമായിരിക്കും വീട്ടിലേക്ക് കൊണ്ടുപോവുക. ആലുവയിലെ ശ്രീപദ വീട്ടിലായിരിക്കും സംസ്കാരം. അവരുടെ അവസാന നാളുകൾ, കവിയൂർ പൊന്നമ്മയുടെ അവസാന നാളുകളിൽ ആലുവയിലെ വീട്ടിൽ തന്നെയായിരുന്നു. മക്കളും മറ്റു കുടുംബാംഗങ്ങളും എല്ലാവരും തന്നെ ഇവിടെയുണ്ട്. ഇന്നലെ സമയത്ത് മകൾ ഒഴിച്ച് ബാക്കി എല്ലാ കുടുംബങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. മകൾ ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം മകൾ എത്തിയിരുന്നു. പിന്നീടാണ് അവർ തിരിച്ച് അമേരിക്കയിലേക്ക് പോയത്. ഏതായാലും മകളും എവിടേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. രഞ്ജിത്ത്, തീർച്ചയായും ഇത് വലിയ മലയാള സിനിമയ്ക്ക് വലിയ തീരാനഷ്ടമായ ഒരു വിയോഗമാണ്. ദീർഘകാലമായി അവർ സിനിമാ രംഗത്ത് സജീവമല്ല. 2022 അവസാനമായി സിനിമയിൽ അഭിനയിച്ചത് എന്ന് കൂടി ചേർത്ത് വെക്കണം. മലയാളത്തിലെ എല്ലാ നടന്മാരുടെയും, സത്യൻ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ മഹാനടന്മാരുടെയും അമ്മയായി അഭിനയിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ്. അവരുടെ കഥാപാത്രങ്ങളുടെ പ്രത്യേകത വളരെ വലുതായിരുന്നു. നമുക്കറിയാം, മോഹൻലാലും കവിയൂർ പൊന്നമ്മയും ചേർന്ന് അഭിനയിച്ച അനവധി സിനിമകളുണ്ട്. അമ്മയും മകനും വേഷത്തിൽ. അത് മലയാളികളെ എത്രത്തോളം തിയേറ്ററുകളിലേക്ക് എത്തിച്ചിരുന്നു എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അതുപോലത്തെ ഒരു മഹാനടിയാണ് ഇപ്പോൾ വിടവാങ്ങുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നിരവധി സിനിമാ പ്രവർത്തകരെ, വിനീതിനെ ദൃശ്യങ്ങളിൽ കാണാം. ബി ഉണ്ണികൃഷ്ണൻ അവിടെയുണ്ട്. ജയൻ ചേർത്തലയുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. രഞ്ജി പണിക്കറുണ്ട്. ടെനി ടോമിനെ കാണാം. മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ളവർ ഇവിടെ എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ മുതൽ തന്നെ സുരേഷ് ഗോപി ഇവിടെ ഉണ്ട്. അദ്ദേഹം ഇന്നലെ മുതലുള്ള എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിച്ച് നിൽക്കുന്ന ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അവിടെയുണ്ട്. മലയാളത്തിലെ പ്രധാനപ്പെട്ട വനിതാ നടിമാരെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കുടുംബാംഗങ്ങളും അവിടെ സന്നിഹിതരാണ്. ഏതാണ്ടൊരു 4 മണി വരെയെങ്കിലും പൊതുദർശനം നീണ്ടുപോകുമെന്ന് വേണം കാണാൻ. കാരണം അത്രയധികം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. എല്ലാവർക്കും ആദരാഞ്ജലി അർപ്പിക്കാനുള്ള സമയം കൂടി ഉണ്ടാകും.